ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടായിരുന്നു, മുംബൈയിൽ പോയ സ്റ്റുഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഞാൻ അതിൽ ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് സ്റ്റുഡിയോ എന്ന് പർച്ചേസ് ചെയ്തതെന്നുള്ള വീഡിയോ വേണമെന്ന്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ്സ് അയച്ചു. കുറേ പേരൊന്നും അയക്കാൻ നമുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് ഒരുപാട് സാധനമൊന്നുമില്ല, പക്ഷേ ഷോർട്സ് ആക്കി ഇങ്ങനെ ലഘൂകരിച്ച് പറയുന്നതിനെക്കാളും കൂടുതൽ നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ മുംബൈ പോയിട്ട് ഈ സ്റ്റുഡിയോയിൽ പോയി ഷോപ്പ് ചെയ്യാനാണോ നിങ്ങൾ മുംബൈ വരെ പോയത്, എന്തോരം സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ടെന്ന്. വെയിറ്റ് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഹോൾ വീഡിയോയും സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ പുറകെ വരുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഗാലറിയിൽ ലാസ്റ്റ് കിടന്ന വീഡിയോ. അപ്പോൾ എനിക്ക് അതങ്ങ് എഡിറ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ്. അതാണ് ഫസ്റ്റ് നമ്മൾ മറ്റേ സ്റ്റുഡിയോ ഷോപ്പിംഗ് ഇട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. പ്ലസ് ഗൈസ്, മുംബൈനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി. ഞങ്ങൾ അവിടെ സെറ്റിലായാലോ എന്ന് വരെ അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അത്രയും ദിവസം നിന്നിട്ട് അവിടെ നിന്ന് വരാൻ വേണ്ടി. അത്രയ്ക്ക് പൊളി സ്ഥലമാണ്. പിന്നെ ഹിന്ദി ഒരു പ്രശ്നമാണെന്ന് വെച്ചു. ഹിന്ദി അറിയില്ല എന്നൊക്കെ വിചാരിച്ച് പോവുകയാണെങ്കിലും, പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ 10th വരെ ഹിന്ദി പഠിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു ഹിന്ദിക്കാരി ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നമുക്ക് നമുക്ക് ആവശ്യകത വരാത്തത് കൊണ്ടാണ് നമുക്കത് പുറത്തെടുക്കാൻ പറ്റാത്തത്. അവിടെ പോയപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. ബിക്കോസ് ഞങ്ങളുടെ ഹിന്ദി സ്കില്ലുകളൊക്കെ പുറത്ത് വന്നു. പിന്നെ സ്റ്റുഡിയോയിലും ഞങ്ങളുടെ ഹിന്ദി ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല, കാരണം ഇംഗ്ലീഷ് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ച് പിളഞ്ഞൊന്നും ചെയ്യുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തെന്ന് കാണാം. കമോൺ. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ നമ്മൾ ഒരുപാട് ചെയ്തെങ്കിലും ആണുങ്ങൾ ഇങ്ങനെയാണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്. SM സ്ട്രീറ്റിൽ പോയാൽ പോലും മര്യാദയ്ക്കൊരു ഷർട്ട് എടുക്കില്ല. കുറച്ച് ബ്രാൻഡഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഷോപ്പിൽ നിന്ന് എടുത്താലേ ഇവർക്കിത് പറ്റുള്ളൂ. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ കാണാം, അങ്ങ് അറ്റം മുതൽ ഇങ്ങ് അറ്റം വരെ ജെൻസ് കടകൾ ഉണ്ടായിട്ട് പോലും ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ മെയിൻ ലക്ഷ്യം സ്റ്റുഡിയോയിൽ പോയിട്ട് അവനെന്തെങ്കിലും എടുക്കാമെന്നായിരുന്നു. ഫസ്റ്റ് നമുക്കത് കാണാം. പിന്നെ ഒരു ബ്ലാക്ക് പ്രാന്തനാണ്. അങ്ങനെ ഇടത്തെ ഒരു ഹാഫ് കൈ ഷർട്ടാട്ടോ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. കുറച്ചൊരു ഇങ്ങനത്തെ ഒരു നെറ്റ് മെറ്റീരിയലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അവനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എടുത്ത സാധനമാണ് ഈ ബ്ലാക്ക് ഷർട്ട് ഫോർ ഹിം. ആൻഡ് നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു ഹാഫ് കൈ, കുറച്ചുകൂടെ 3/4. അത് 3/4 ആണ്. ഇത് അത്ര 3/4 അല്ല. ഒരു ക്രീം പാൻറ്റ് നമ്മൾ ഷോപ്പിങ്ങിൽ നിന്ന് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിന് ഒരു മാച്ച് ആയിട്ടുള്ള ഒരു കളറാണല്ലോ ഇത്, ക്രീം ആൻഡ് ബ്രൗൺ. അങ്ങനെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് അവന് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് കാരണം അത്രയ്ക്കുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലാക്കിനോട് ഇനിയിപ്പോൾ ഒരു കമ്പില്ല. അങ്ങനെ ഇതെടുത്തു. അങ്ങനെ ഈ 2 ഷർട്ട്സാണ് അവന് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തത്. അവനെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കയറിയെങ്കിലും അത് 2 അവനെടുത്തുള്ളൂ. ബാക്കി ഫോർ മീ. അത് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ആട്ടോ. കുറച്ച് അധികമൊന്നുമില്ല, എങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത, ഇപ്പം ഞാൻ ഒരുപാട് സ്റ്റുഡിയോയിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡിയോകളിൽ കിട്ടാത്ത ഒരു സാധനങ്ങളാണ് ബാക്കിയൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഓക്കെ, ഈ സ്പ്രേ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമോയെന്ന് വെച്ചാൽ കിട്ടുമായിരുന്നു. നമ്മുടെ സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത് ഈ സ്പ്രേ ഞാൻ ഒരു 3-4 ബോട്ടിലോളം യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നു, എൻ്റെ കുറേ ഫ്രണ്ട്സ് UK, മാൽദീവ്സ് അവിടെ നിന്നൊക്കെ വന്നപ്പോൾ അവരൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്പ്രേ തരുമല്ലോ. പിന്നെ നമുക്ക് ഷോപ്പിൽ പോയി സ്പ്രേ വാങ്ങേണ്ട ഒരു ആവശ്യകത ഉണ്ടായില്ല. ഇപ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ സ്മെല്ല് ഓർമ്മ വന്നു. അപ്പോൾ ഇവിടെ ഞാൻ പിന്നെ ഇത് ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അങ്ങെടുത്തു. പൊളി സാധനം കേട്ടോ. നിങ്ങൾക്കൊരു എന്താ പറയുക, ഫ്രാഗ്രൻറ്റ്, ഒരു മൈൽഡ് എന്ന ഒരു ഫ്ലവർ ടൈപ്പ് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഞാൻ ഇതെടുത്തത് ഹൈലൈറ്റിലെ സ്റ്റുഡിയോ എന്നായിരുന്നു പണ്ടെടുത്തത്. ഇപ്പം അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറയില്ല, ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്റ്റുഡിയോ ഷൈൻ ബോഡി മിസ്റ്റ് കേട്ടോ. ബോഡി മിസ്റ്റ് ഷൈൻ കേട്ടോ. ഭയങ്കര അടിപൊളി. എനിക്ക് എൻ്റെ പഴയ സ്മെല്ല് നെഫ്രോ വാർഡിലൊക്കെ ഉണ്ടായപ്പോഴുള്ള സ്മെല്ല് ഓർമ്മ വരുന്നു. അവിടെ നിന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വിച്ച് വൺ ഇസ് ദിസ് എന്ന്. ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ സ്പ്രേക്കൊക്കെ 199 ഒക്കെയാണെന്ന് തോന്നുന്നു. അവിടെ 169 ഉള്ളൂ. അങ്ങനെ ഫസ്റ്റ് വൺ ഇത്. ആൻഡ്
ഈയിടെ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു, ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ. എനിക്ക് കുറച്ചധികം റീച്ച് പോയായിരുന്നു. ആ ലിപ്സ്റ്റിക്ക് ഏകദേശം എൻ്റെ കഴിയാനായി. അപ്പോൾ ആ സെയിം സാധനം അവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മുടെ ഇവിടെ ഇല്ല. ഉണ്ടോ എന്ന് നോക്കിയാലും അത് അല്ല, സെയിം ഷെയ്ഡല്ല, പക്ഷെ അതിനോട് കുറച്ച് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. ഇപ്പുറത്ത് ലിപ്സ്റ്റിക്കും ഇപ്പുറത്ത് ലിപ് ഗ്ലോസുമാണ്. ഇത് കളേർഡ് ലിപ് ഗ്ലോസ് ആണ്. നമുക്കിവിടെ പ്ലെയിൻ ലിപ് ഗ്ലോസ് അത് ഞാൻ കാണിച്ചു തരാം. ഇതേ പ്ലെയിൻ ലിപ് ഗ്ലോസ് ആട്ടോ. ഇത് ഞാൻ ഇട്ടിട്ടതായതാണ്. ഇങ്ങനെ 2 in 1 ആണ്. 199 ഇങ്ങനെ വിലയില്ല, 159 കേട്ടോ. വ്യത്യാസമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതെനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക്. ഇനി നമുക്കൊരു ലിപ്പ് പെൻ ഒന്നുകൂടെ കാണിക്കാം. അത് നമ്മുടെ നാട്ടിൽ ഇത് സുഡിയോകളിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയെന്നല്ല, ഞാനൊരു 1-2 മന്തായി സുഡിയോയിൽ പോയിട്ട്. കൂളിംഗ് ലിപ് ഗ്ലോസ് കളേർഡ് ലിപ് ഗ്ലോസ്. പിന്നെ ഞാൻ മുമ്പേ റീൽസിലൊക്കെ എൻ്റെ പോലും ഞാൻ അവിടെ പോയ ഗേൾസൊക്കെ ജസ്റ്റ് ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരെണ്ണം ട്രൈ ചെയ്യുന്നതും. അപ്പോൾ ഞാനിത് ഇട്ടിട്ട്, കാരണം ഒന്നാമത് എൻ്റെ ഇച്ചിരി വലിയ ലിപ്സ് ആയതുകൊണ്ട് അങ്ങനത്തെ ഗ്ലോസി ടൈപ്സ് മാച്ച് ഷെയ്ഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിട്ടിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയും ഇത് എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അവർ പച്ചയല്ല, ഭയങ്കര ചാണകപ്പച്ചയൊക്കെ ഇല്ലേ, ആ കളറുകളൊക്കെ പിള്ളേർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല. ഈ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതാ ഇഷ്ടപ്പെട്ട് ഞാൻ ഇതങ്ങ് എടുത്തു. ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പം നെക്സ്റ്റ് വൺ. ഇനി ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട് ഷീറ്റ് മാസ്ക്. ഇവിടെ ഉണ്ട് ഷീറ്റ് മാസ്ക്, പക്ഷേ നമ്മുടെ ഇവിടെ ഇവർ റേറ്റ് കൂട്ടി അല്ലേ. ഇറങ്ങിയ സമയത്ത് കുറേ ഷീറ്റ് മാസ്ക് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിന് 49 രൂപയായിരുന്നു. ഇപ്പോൾ അവരത് 99, അതിൽ കൂടുതലൊക്കെ ആക്കിയില്ലേ. അപ്പം അങ്ങനത്തെ 4 ഷീറ്റ് മാസ്ക് എടുത്തു. വൈറ്റമിൻ സി, സാലിസിലിക് ആസിഡ്, പിന്നെ ഹൈലറോണിക് നല്ലതാണ്. എൻ്റെ സ്കിന്നിന് ഇപ്പോൾ ഹൈലറോണിക്കാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ 2 ഹൈലറോണിക്കും എടുത്തു. ഇതൊക്കെ 49 ആട്ടോ. നമ്മുടെ ഇവിടെ എന്തായാലും 99 ഉണ്ട്. പിന്നെ വേറെ ഷോപ്പുകളിലൊക്കെ അതിലും കൂടുതലുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര അടിപൊളി. ഇടയ്ക്ക് വീഡിയോ ഒന്ന് സ്റ്റക്കായി പോയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇത് ഈ ഹൈലറോണിക് ആസിഡ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. സാലിസിലിക് ആസിഡും ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ സി ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരൈറ്റം കേട്ടോ, എത്തിയിട്ടില്ല ഇതുവരെ. നമ്മുടെ ഈ സെലിബ്രിറ്റീസൊക്കെ നമ്മൾ വീഡിയോസിൽ യൂസ് ചെയ്യുന്ന കാണാറില്ലേ, വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനത്തെ ഐ പാച്ചും ലിപ് മാസ്കും കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ എത്രയാ 20 പീസ്, ഇതിൽ 10 പെയേഴ്സ് 20 അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യാം, ഞാൻ നോക്കിയിട്ട് ചെയ്യാം. ലിപ് ഗ്ലോസ് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ, സെപ്പറേറ്റ് വീഡിയോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ മുംബൈ സുഡിയോന്ന് പർച്ചേസ് ചെയ്തത്. കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വൈകാതെ ഷോപ്പിംഗ് വീഡിയോ, മുംബൈ ലോക്കൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് വീഡിയോ, ഹോൾ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. താങ്ക് യു ഫ്രം ഹേറ്റ് സബിത സംഗീത്. ബൈ.